കാഴ്ചയിൽ ഭീമൻ 360 കുതിരശക്തി എഞ്ചിനുമായി കരുത്തിൽ വോൾവോയേക്കാൾ മുമ്പൻ. വില 1.36 കോടി രൂപ. സ്കാനിയ ഭയങ്കര പവർഫുൾ ആണെന്ന് ആരും പറയും. ബോഡി 4 ഇഞ്ചോളം വശങ്ങളിലേക്ക് ചരിക്കാവുന്നതിനാൽ രോഗികൾക്ക് വീൽ ചെയർ ഉൾപ്പെടെ കയറാം. ശേഷം വാഹനം തറനിരപ്പിൽ നിന്നും ഉയർത്താം. ഉള്ളിൽ 48 സീറ്റുകളിലെ യാത്രക്കാർക്കായി 3 ടിവികൾ, അത്യാധുനിക സൗകര്യങ്ങൾ. ഗിയർ ഉണ്ടെങ്കിലും ക്ലച്ചില്ല എന്നു മാത്രമല്ല, പിന്നിലുള്ള ചക്രങ്ങൾ മുൻ ചക്രങ്ങളെ പോലെ തിരിയുകയും ചെയ്യുന്നതിനാൽ ഓടിക്കുന്ന കാര്യത്തിൽ സ്കാനിയ വളരെ സിമ്പിളാണെന്ന് ഡ്രൈവർമാർ. വയനാടൻ ചുരമൊന്നും സ്കാനിയക്കൊരു വെല്ലുവിളിയേ അല്ല. റോഡിനകത്തുമ്പോൾ ഈ ഹൈ റേഞ്ച് ഹിൽസ് കയറി വരികയാണ്. മറ്റേ വോൾവോയാണെങ്കിൽ നമ്മൾ 2 വട്ടം റിവേഴ്സ് എടുക്കേണ്ടി വരും, രണ്ട് എയർ പിന്ന്. ഇതൊന്നും വേണ്ട. മുൻപിലുള്ള കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ അറിയാം ബസിന്റെ പ്രവർത്തനം മുഴുവൻ. ബംഗളൂരു പെർമിറ്റ് ലഭിക്കാത്തതിനാൽ നിലവിൽ ബത്തേരി വരെയാണ് സർവീസ്. യാത്രക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് സർവീസിന്. വളരെ നല്ലതായിരിക്കുന്നു, വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ഓസ്ട്രേലിയയിൽ ചെറിയൊരു ലീവിനാണ് വന്നത്. അവിടുത്തെ അതേ സൗകര്യങ്ങൾ. സ്വീഡിഷ് കമ്പനിയായ സ്കാനിയയുടെ എറണാകുളം രജിസ്ട്രേഷനുള്ള ഡെമോ ബസ്സാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. വോൾവോയ്ക്ക് പിന്നാലെ മികച്ച യാത്രാസുഖം നൽകുന്ന കൂടുതൽ സ്കാനിയ ബസ്സുകൾ എത്തണമെന്ന് തന്നെയാണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ആഗ്രഹം. ക്യാമറാമാൻ അജീഷ് വഞ്ഞാറുമണ്ണൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.